This is called village style fishing. See, thread will go like this and one hook and one hook, and next one will go to here. See, two hooks. Nanti kan? ഇവിടെ ഞാൻ കിട്ടിയിട്ട് വള്ളി റൗണ്ട് എന്തേ ആ വരുന്നുണ്ട്. This is second version. See. ഇല്ല. Stop. ആമയിലോ അവറ ഇത് ഏറ്റവും ചെറിയ കല്ല് കെട്ടാൻ പറ്റുന്ന അതോ മറ്റോ ഇത് ഇത് ഇതോ പോവോ ഇത് 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 ഇതാ കെട്ടാൻ പറ്റുക. അപ്പോൾ ഇത് കെട്ടാം. അല്ല ഇത് ചുമ്മാ കെട്ടാൻ വേണ്ടി കൂട്ടിയാൽ മതി, മറ്റേത് അവിടെ നിന്ന് അങ്ങോട്ട് ഇതാക്കിയോ. ഇത് കെട്ടി നമുക്ക് ചിലരുടെ അപ്പുറത്തേക്ക് എറിഞ്ഞു വിടണ്ടേ. ഇതിപ്പോൾ ചെറിയ മീനുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ കടിച്ചാലുണ്ട്, ഇല്ല ഇല്ല. ഇതെന്ത് മീനാണ്? അമോർ 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 അങ്ങനൊരു പാട്ടുണ്ട്. ഞാൻ വിട്ട് തരാം കേട്ടോ. അപ്പോൾ പറയരുത്. ചിന്തു ഇത് ഇതിനകത്ത് മറ്റേ ഈച്ച വന്നിരിക്കുന്നു. ടേസ്റ്റ് വരും. അപ്പം ഞണ്ടെന്ത് ചെയ്ത് അല്ല നമ്മൾ ഞണ്ടെന്ത് ചെയ്തു അത് വേവിച്ചില്ലെങ്കിൽ അത് ചീഞ്ഞു പോകട്ടോ. ഞണ്ടൊന്ന് ചുട്ടടിക്കാം. എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ആ ടേസ്റ്റ് നോക്കിയോ? മന്ദായാലും കൂന്തായാലും ടേസ്റ്റ് ഉണ്ടോ അവിടെ? ഇപ്പം അതൊന്നും കഴിക്കാനുള്ള മൂഡിലല്ല ഞാൻ. എന്താ മോനെ ഇതൊക്കെ ഇനി എന്നാണ്? എന്നാൽ നേരം വെളുക്കുമ്പോൾ നേരം വെളുക്കും. നമുക്ക് ഇതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ വെക്കാനും വെച്ചിട്ട് പോകാൻ പറ്റില്ല. അതെ, അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് എടുത്തോണ്ട് പോകാം. അത് ചടങ്ങാ. പട്ടി അല്ലേ ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അതന്നെ ഇതാരും കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, അത് കഴിഞ്ഞു. ചൂണ്ടയും കല്ലുമായി. ഉണ്ടെങ്കിൽ ഇനി എന്താ വേണമെന്നുവെച്ചാൽ അല്ല അവിടെ നിന്ന് കൊടുക്കണ്ട. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഈ ഇവിടുന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ഈയത്തിൻ്റെ ഇവിടുന്ന് തന്നെ അതിൻ്റെ ബാക്കി നമുക്ക് അവിടുന്ന് അതിൻ്റെ ബാക്കി അവിടെ നിന്ന് പിടിച്ചു കൊടുത്താൽ പോരെ. അതുകൊണ്ടെന്താ ഉപകാരം ഞാൻ പറഞ്ഞുതരാം. വലിയ മീൻ കടിച്ചാൽ തന്നെ ഇത് പൊട്ടിപ്പോവും. ഇതാകുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ബലത്തിൽ നിൽക്കുമല്ലോ. ഇവിടെ പൊട്ടില്ല. അല്ല അതൊക്കെ പൊട്ടില്ല. അല്ല അതവിടെ നിന്നോട്ടെ. അത് പൊട്ടില്ല. അല്ല അതവിടെ നിന്നോട്ടെ. പൊട്ടാനാണെങ്കിൽ ഇല്ല. നിൽക്ക്, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇത് വെയിറ്റിന് ഇത് വെള്ളത്തിനടിയെ കൊണ്ട് പോയിക്കോളൂ. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കിട്ടാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ വലിയ ചൂണ്ടയെ മീൻ കടിച്ച പൊട്ടില്ലേ, ചെറിയ ചൂണ്ടയെ മീൻ കടിച്ച പൊട്ടില്ലേ. അല്ല ഞാൻ പറഞ്ഞത് അല്ല ഇതിലെങ്ങാനും വലിയ മീൻ വന്ന് കടിച്ചു കഴിഞ്ഞാൽ അത് നൈസ് നൂലാണ്. നൈസ് നൂലാണ്, ഒറ്റപ്പെടുത്തൽ പോകും. ഇതിപ്പോൾ നമുക്ക് ഒരേ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കടിച്ചാൽ ഉടനെ വലിച്ചാൽ ഈ കൊളുത്ത് വന്നിട്ട് ആ മീൻ അപ്പം പിന്നെ കുടുങ്ങി, പിന്നെ മീൻ വലിയ ഭക്ഷണം പിടിക്കില്ല. ഒരു കാര്യം ചെയ്ത് ഇതിൽ പ്രതീക്ഷയെ വേണ്ട, പ്രതീക്ഷിക്കാൻ മറ്റേ മതി. ഇത് ചുമ്മാ ഒരു സാമ്പിൾ. ഓക്കെ, ടോണി പതിനെട്ടാണ്. ഇതിൻ്റെ നൂല് പിടി ഡാഡേ, അതിൻ്റെ നൂല്. ടോണി രണ്ട് സൈസ് ചൂണ്ട കേട്ടോ.
നെക്സ്റ്റ് ചൂണ്ട ഞാൻ പറഞ്ഞേ ഇതിവിടെ ഇങ്ങനെ കുത്തിയിരുന്നാലേ ശരിയാവില്ല. നീ ഇവിടുന്ന് മൂവ് ആവണല്ലേ? ഇത് വേവിച്ച് ഉണ്ടാക്കിക്കോട്ടെ, നമുക്ക് പോയിട്ട്. അല്ല നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്? ആ കാണുന്ന തീരത്തേക്കല്ലേ പോകുന്നത്? നേരെ ഫ്രണ്ടിലേക്ക്. ആ, അതിനിങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ, നമുക്ക് എന്തായാലും അറിയില്ലേ എവിടെ ഏത്. പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഇവിടെ സമയങ്ങളല്ല. മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ചെന്നോറിനെ കിട്ടത്തൊന്നുമില്ല. അത് വിചാരിച്ചിട്ട് വഴിയും ഇല്ല. അപ്പോൾ അതായത് നമ്മൾ മീൻ പിടിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ, ചെന്നോറിനെ മീൻ കിട്ടില്ല. വെറുതെ അങ്ങനെ ചെന്ന് നമുക്കൊരു 7 മണിയാകുമ്പോൾ തിരിച്ചാൽ മതി. ഒരു 12:30 ആകുമ്പോൾ ആരും ഇവിടെ നിന്ന് 7 മണിക്ക് ഇറങ്ങുന്നത് അല്ലേ? ചിഞ്ചു ഒരു 12 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ പോരെ? നേരെ ചിഞ്ചിൻ്റെ ഓഫീസിലേക്ക്. ആ ആ, മതി മതി. സിമ്പിൾ സിമ്പിൾ. നീ ഉച്ചഞ്ഞ് പോയാൽ പോരെ? ഓടി നാളെ മെഡൽ വന്നു. ഇതിന്റെയൊക്കെ കരുത്ത് മെഡൽ വന്നതൊക്കെ പോയി. നാളെ ഓട്ടോ മത്സരം ഉണ്ടോ? ഈ കോസ്റ്റ് കൺട്രി എത്ര? 4000 കിലോമീറ്ററോ? എന്തോ? ആ, സ്പോർട്സ് ഡേ ആണ്. അപ്പം നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടോ? അത് നീ എന്താ കോസ്റ്റ് കൺട്രി ഒന്നും കൊടുക്കാത്ത? ഒരു 400-300 അടിക്കാത്ത, സ്പ്രിന്റ് അടിക്കാത്ത? ആ, അല്ല നീ എന്താ ഇതൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ? നീ ചാമ്പ്യൻ ആയിരുന്നല്ലോ അന്ന്. അന്ന് ഞെണ്ടും പിടിച്ച് ഉഷാറായിട്ട് നടന്ന ടീമാണ്. പറ ഡാഡി പറ. മതിയോ? ആ, കട്ട് ചെയ്തോ? ആ ആ, പൊക്കിക്കൊണ്ട് വരണോ ഹുക്ക്? ആ, ഡാഡി വലിച്ചോ. പറയൂ, എന്തൊക്കെ? എന്താ ചോദിച്ചോ?
പണ്ട് ചട്ടി ഇതാക്കാൻ വേണ്ടിട്ട് ഇക്കിൻ്റെ അല്ല ഇവിടെ ബോട്ടിൽ കിട്ടാണ്ട് നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടും. ആ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടു കുറെ പേര് ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ഓടുണ്ട്. ഇക്കിന്റെ വെക്കാം ചട്ടി പഠിക്കൽ പണ്ട് പണ്ട് ഓർമ്മയുണ്ട്. ഇക്കും കുക്കും കൂടെ ചട്ടി എടുത്തിട്ട് റോട്ടിലേക്ക് ഒരു ഓട്ടായിരുന്നു. കുക്കു ആദ്യം മമ്മി എന്തോ നല്ല അടിപൊളിയായിട്ട് ഒരു എന്തോ കറിയോ എന്തോ ഇതുണ്ടാക്കി. എന്നിട്ട് ഇവർ കുക്കു ചട്ടി എടുത്തിട്ട് ഒറ്റ ഓട്ടം. ആ അല്ല സംഭവം മീനൊക്കെ കഴിഞ്ഞു. മീനൊക്കെ എല്ലാം എടുത്ത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം കറിയൊക്കെയാണ്. കറിയും ചാറൊക്കെ ഉള്ളൂ. കുക്കു ചട്ടി എടുത്ത് ഒറ്റ ഓട്ടം അടുക്കളയിൽ നിന്ന് വഴിയിട്ട് ഒരു കൈ ചട്ടി പിടിച്ചിട്ട് മറ്റേ കൊണ്ട് നക്കിക്കൊണ്ട് ഓട്ടാം. ആ എന്നിട്ട് ഇക്കുണ്ട് പുറകെ ഓടുന്നു, നിക്കട ഓടായെന്ന് പറഞ്ഞിട്ട് എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ കിടന്ന് അടി. മമ്മിയാണക്കട അവിടെ കിടന്നിട്ട് നാട്ടുകാരെ കാണൂടി എന്റെ ദൈവമേ. മമ്മി അവിടെ കിടന്ന് മമ്മിക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവരോടുന്നത് ഇവര് രണ്ടുപേരും ഇങ്ങനെ ഓടുന്നത് നാട്ടുകാർ മുഴുവൻ കാണാൻ കേൾക്കാം. എന്ന് വെച്ചാൽ അക്കരെ കുന്നല്ല ആൾക്കാരൊക്കെ പണി ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കേൾക്കാം ഇവിടെ പിള്ളേരെ ചെയ്യുന്നില്ല. മമ്മിക്കാണെങ്കിൽ മിണ്ടാൻ പറ്റുന്നില്ല. മമ്മിക്ക് പറയാൻ പറ്റില്ലല്ലോ, എടി ചട്ടി വെക്കടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചട്ടി വെക്കടി കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ മനസ്സിലാവും ഓക്കെ ഇവർ ചട്ടി എടുത്തിട്ട് ഓടുകയാണ്, മൺചട്ടി എടുത്തിട്ട് ഓടുകയാണ്. ഒരുത്തൻ ചട്ടി കൈ ഞണ്ടല്ല മീനെന്തോ ആണ്. ആ എന്താ മോനെ അന്ന് മമ്മി അവിടെ കിടന്നിട്ട് രണ്ടിന്റെ കൂടെ കിടന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടി അറിയില്ല. അടി കൊടുത്തിട്ട് അടിച്ച് നിങ്ങളൊക്കെ റെഡിയാക്കുന്നൊക്കെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കരുത് കേട്ടാൽ മമ്മി എന്നെ പ്രത്യേകിച്ച് ഫസ്റ്റ് തന്നെ എന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അവസ്ഥയ്ക്ക് പോയില്ല. നമ്മൾ വെറുതെ അതിനകത്തില്ല. പുറകിൽ പാത്രം അതിൽ ഇരിക്കണ്ട. കുക്കുട് കൊച്ചപ്പാ കിച്ചു മീൻ പിടിക്കാൻ പോവാ.